ഡിസംബർ 14 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ എ സി മെക്കാനിക്ക് വന്ന് റൂമിൽ എ സി റെഡിയാക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ സ്കൂട്ടി എടുത്ത് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഞാനൊരു കൊറിയർ പിക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി പള്ളിയുടെ അവിടെ ഒരു നോട്ടീസ് കിടക്കുന്നു. നല്ല പരിചയമുള്ള നോട്ടീസ്. നമ്മുടെ ചെറിയ ബ്യൂട്ടി കെയർകാർ ക്രിസ്മസ് ഓഫറിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു നോട്ടീസായിരുന്നു. അങ്ങനെ തൃശ്ശൂർ KSRTC പാഴ്സൽ സർവീസിൽ നിന്നാണ് കൊറിയർ പിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വടക്കാഞ്ചേരി വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് മാധവാണ് എനിക്ക് കൊറിയർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നത്. എനിക്ക് അങ്ങനെ നല്ല കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള എൻ്റെ മുന്നോടിയായി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ കാര്യത്തിന് ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചേട്ടൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഞാൻ ഈ ട്രെയിന് കൂക്കുവണ്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വേറെ ഒന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അത് ഓർത്ത് വെച്ചുകൊണ്ട് ലക്ഷ ഡിസൈൻസിൻ്റെ മാതിരി ചേച്ചി എനിക്കൊരു ഡ്രസ്സ് അയച്ചാണ്. ആരും എനിക്ക് വലിയ രീതിക്ക് വിഷ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തരുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ലൈഫിൽ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സോ ഹാപ്പി. പിന്നെ നമ്മൾ ഹിന്ദുക്കൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നേക്കാളും കൂടുതൽ നാളാണ് നോക്കുന്നത്. അപ്പോൾ നാളിൻ്റെ അന്ന് നമ്മൾ എന്തായാലും സദ്യയൊക്കെ ഉണ്ടാക്കി അച്ഛമ്മ എന്തായാലും ആഘോഷിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ പള്ളിയിൽ പോയിട്ടൊന്ന് എനിക്ക് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ആശ്വാസവും സമാധാനം കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ എല്ലാ ബർത്ത്ഡേ ഡേയ്സിനും എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. നാളല്ല, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സമയമായിരുന്നു. ബട്ട് എല്ലാം ഓക്കെ ആവും. അപ്പം അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ചേട്ടൻ വന്ന് സാധനങ്ങളൊക്കെ സെറ്റാക്കി തന്നു. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തപ്പോഴും സ്കൂട്ടിയിൽ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി. ചമ്പുക്കുട്ട അവിടെ പിണങ്ങിയിരിക്കുന്നു. കാരണം കൂട്ടിൽ പോലും കയറാതെ മഴയത്ത് പ്രതിഷേധിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിലെപ്പോഴും പ്ലംബിങ്ങിൻ്റെയും AC മെക്കാനിക് വർക്കൊക്കെ നടക്കുന്ന കാരണമാണ് ചമ്പൂനെ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ചമ്പൂനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നിട്ടോ. ഞാൻ എപ്പോഴും ചമ്പൂനെ അഴിച്ചു വിടും. അമ്മയാണ് ചമ്പൂനെ എപ്പോഴും കെട്ടിയിടുന്നവരാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ചമ്പൂനെ സിറ്റ് ഔട്ടിലോട്ട് മാറ്റി കെട്ടി. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ മാതൃ ചേച്ചി അയച്ചിട്ടുണ്ടായിരുന്ന വേറൊരു ഗിഫ്റ്റ് വീട്ടിൽ കൊറിയറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, കുറച്ച് ഓർണമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞായിരുന്നു അത് സർപ്രൈസ് ആയിട്ട് തരാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് എത്തുമെന്ന് അറിയില്ല. പക്ഷെ രണ്ടും കറക്റ്റ് ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് തന്നെ എത്തിയായിരുന്നു. കുറച്ച് വള, കമ്മൽ, മാല അതൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പറയാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. ഞാനങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈപ്പല്ല, എനിക്കങ്ങനെ ഗിഫ്റ്റ് കിട്ടാറൊന്നുമില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. ഇങ്ങനെ ഒക്കേഷനിൽ ഇങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആൾക്കാർ ആലോചിച്ച് വെച്ച് ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് ചമ്പൂനാണെങ്കിൽ കുറേ നേരമായി കെട്ടിയിട്ടിട്ട് വീടിൻ്റെ ഉള്ളിലാണെന്ന് വേറെ ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വെയിറ്റ് ഗെയിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചിക്കൻ കുത്തിപ്പൊരിച്ചത് എന്നുള്ള രീതിക്ക് ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് സോസ് കൂട്ടി കഴിക്കും. പിന്നെ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ചുമ്മാ കിടന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ബർത്ത്ഡേയുടെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഡേ ആവുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ഷീണമൊക്കെ തോന്നാറുണ്ടോ എന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് തന്ന ഗിഫ്റ്റ്. ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ എന്തായാലും ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സൂക്ക് ബാഗിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. ട്രൈപോഡൊക്കെ സെറ്റാക്കി ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഡേ കുട്ടി വ്ളോഗ്.